നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണിയിലെ പൊട്ടലും ചീറ്റലും അടിക്കടി വിളിച്ചു പറയുന്ന BJPയും അതുപോലെ തന്നെ അവരുടെ NDA സർക്കാരും ഒരു കാര്യം വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ്. ആരാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ? JP നദ്ദയാണോ അതോ ഇപ്പോഴും അമിത്ഷാ തന്നെയാണോ? അമിത്ഷാ JP നദ്ദ പ്രസംഗിക്കുന്ന പല പരിപാടികളിലും അദ്ദേഹം അഭിവാദ്യം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലും ഒക്കെ ശക്തമായി മുടക്കം നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. JP നദ്ദ നിരവധി തവണ വിമർശനങ്ങൾ പരസ്യമായി ഏറ്റുവാങ്ങിയിട്ടുണ്ട് അമിത്ഷായുടെ കയ്യിൽ നിന്നും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. JP നദ്ദയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാവഭരണം, അതായത് BJPയുടെ അധ്യക്ഷ സ്ഥാനം എന്നത് വെറും ഒരു പാവസ്ഥാനം മാത്രമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് കാരണം അമിത്ഷായ്ക്ക് ഒരേ പാർട്ടിയിൽ 2 പദവി വഹിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഉള്ള പാർട്ടിയുടെ ബൈലോ പ്രകാരമുള്ള രീതി ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് അമിത്ഷായും മോദിയും തന്നെയാണ്. പക്ഷേ ആ കാര്യത്തിൽ അമിത്ഷാ എടുക്കുന്ന അധികമായ ജിജ്ഞാസ മോദിയെ പോലും അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാം, രാഷ്ട്രീയപരമായി രാഷ്ട്രീയകാര്യ സമിതിയാണ് ഏറ്റവും വലിയ സമിതി, അതായത് ഏറ്റവും വലിയ കമ്മിറ്റി BJPയെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് പോലും JP നദ്ദയ്ക്ക് വലിയ റോളില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിൽ 2 തവണയും മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോൾ ക്യാബിനറ്റ് സ്ഥാനത്ത് മോദി കഴിഞ്ഞാൽ 2ാമൻ എന്നത് രാജ്നാഥ് സിംഗ് ആയിരുന്നു. എന്നാൽ ഈ മന്ത്രിസഭയിൽ, 2ാം മോദി മന്ത്രിസഭയിൽ 2ാം സ്ഥാനം രാജ്നാഥ് സിംഗിനാണ് എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. രാജ്നാഥ് സിംഗിന് വലിയ റോളില്ലായിരുന്നു. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്ററായി ഇരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഹോം മിനിസ്റ്റർ, അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായാണ് എല്ലാ കാര്യങ്ങളിലും അന്തിമമായിട്ടുള്ള തീരുമാനം പറയുന്നത്. ക്യാബിനറ്റിൻ്റെ കാര്യമായിരുന്നാൽ പോലും എല്ലാം അന്തിമമായ തീരുമാനം പറയുന്നത്. ഇതിനകത്ത് വലിയൊരു പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയാണ്. അതായത് അമിത്ഷായുടെ രാഷ്ട്രീയ രീതികളെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് JP നദ്ദയും അനുകൂലിക്കുന്ന ഒരു സംഘടനയും തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവർ നിരവധിയുണ്ട്. അതായത് അമിത്ഷായുടെ ആധിപത്യം എതിർക്കാൻ വേണ്ടി തന്നെ ഒരു ടീം പുറപ്പെട്ടിരിക്കുന്നു. നരേന്ദ്രസിംഗ് തോമർ അടക്കമുള്ളവർ അതിന് ശക്തമായിട്ടുള്ള വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് പലപ്പോഴും വന്നു എന്നുള്ള ആരോപണം അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് BJPക്ക് അകത്ത് തന്നെ പടലപ്പടക്കമുണ്ട് എന്നുള്ള സംശയം വന്നിരിക്കുന്നു. ആ സംശയം വലിയ തോതിൽ തന്നെ BJP അണികളിലും പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ അത് സർവശക്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരം പൊട്ടലും ചീറ്റലും അതിശക്തമായി കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും BJPക്ക് അകത്തെ ഈ അസ്വാരസ്യം, ഇത്തരത്തിലുള്ള ഈ കല്ലുകടി അതിശക്തമായി അത് വലിയ തോതിൽ തന്നെ പ്രചരണായുധമാക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസ്സിലെ തന്നെ ചില നേതാക്കൾ AICC അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.